പെൻസുലാർ പ്ലേറ്റോ ഇറ്റ് സ്ലോപ്പ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനൊക്കെ കണ്ടത് ഓർക്കുന്നുണ്ടോ? പെൻസുലാർ പ്ലേറ്റോയുടെ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. സോ ദ റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ്വാർഡ്. ഈസ്റ്റ്വാർഡ് റിവേഴ്സ് ആർ മോർ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, all these rivers flow eastward, but two rivers flow westward, നർമ്മദ ആൻഡ് താപ്തി. ഓക്കെ, നമുക്ക് ഇന്ന് നോർത്തിലേക്ക് ഒഴുകി ഗംഗയിലും യമുനയിലും പോയി ചേരുന്ന ചില റിവേഴ്സും നമുക്കുണ്ട് പെനിൻസുലാർ പ്ലേറ്റോയിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുലാർ റിവേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുലാർ റിവേഴ്സ്? പെനിൻസുലാർ റിവേഴ്സിന് ജനറലായിട്ട് അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? മോസ്റ്റ് ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ വെസ്റ്റേൺ ഗട്ട്സ് റേഞ്ചസ്. മോസ്റ്റ് ഓഫ് ദം ഒറിജിനേറ്റ് ഫ്രം വെസ്റ്റേൺ ഗട്ട്. അപ്പം നമ്മുടെ സഹ്യ മറുകുണ്ടനിൽ നിന്നാണ് മിക്കവാറും എല്ലാ പെനിൻസുലാർ റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എങ്ങോട്ട് ഒഴുകും? ഈസ്റ്റിലേക്ക് ഒഴുകും. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, all these rivers originate from western Ghat and it flows eastward and join Bay of Bengal. They are more seasonal in their flow. They are seasonal. Peninsular rivers are seasonal in their flow. Flow il adu seasonal aanu. That means it's the water capacity or not capacity. The total water in peninsular rivers increases in rainy season and decreases in summer season. അപ്പോൾ സമ്മറിൽ ഈ വാട്ടർ ഡിക്രീസ് ചെയ്യുകയും എന്നാൽ റെയിനി സീസണിൽ അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, മഴക്കാലത്ത് മാത്രമേ അതിനകത്ത് കൂടുതൽ വെള്ളം കാണത്തുള്ളൂ, വേനൽക്കാലം ആകുമ്പോൾ മിക്കതും വറ്റിപ്പോവും. അപ്പോൾ ഈ റിവേഴ്സ് സീസണലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റെയിനി സീസണും സമ്മർ സീസണും ഇതിനെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വളരെ വ്യത്യാസമുണ്ട്, പറ്റിപ്പോവും. ദ വാട്ടർ ഫ്ലോ ഡിക്രീസസ് ഡ്യൂറിങ് സമ്മർ ആൻഡ് ഇൻക്രീസസ് ഡ്യൂറിങ് മൺസൂൺ. ദാറ്റ് ഇസ് എ മീനിങ്. ഓക്കെ, നോട്ട് യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ഈ പെനിൻസുലാർ റിവേഴ്സ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് പോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് യൂസ്ഫുൾ അല്ല. കാരണം എന്താണ്? അവിടുത്തെ ടോപ്പോഗ്രഫി അങ്ങനെയാണ്. നമുക്കറിയാം, നമുക്ക് വെള്ളത്തിലൂടെ ലോങ് ഡിസ്റ്റൻസ് റിവേഴ്സിലൂടെയൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ലെവൽ ടോപ്പോഗ്രഫി ആയിരിക്കണം, ലെവലായിരിക്കണം. എന്നാൽ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത് അത്രമാത്രം ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് അത് യൂസ്ഫുൾ അല്ല. ഇടയ്ക്കൊക്കെ ടോപ്പോഗ്രഫിയിലെ ലെവൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ടീച്ചർ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ പെനിൻസുലാർ റിവേഴ്സും ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലേക്ക് ഒരു നദിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന അതിൻ്റെ ട്രിബ്യൂട്ടറീസും മഴവെള്ളവും ഒക്കെ എത്തിച്ചേരുന്ന അരുവികളും എല്ലാം ചേർന്ന ആ ഒരു എന്താണ് റീജിയന് പറയുന്ന പേരാണ് കാച്ച്മെൻറ്റ് ഏരിയ. ഈ പെനിൻസുലാർ റിവേഴ്സ് നമ്മൾ ഹിമാലയൻ റിവേഴ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ റിവേഴ്സിന് ലാർജ് കാച്ച്മെൻറ്റ് ഏരിയയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഹിമാലയൻ റിവേഴ്സിൽ കൂടുതലായിരിക്കും. ബട്ട് ഇൻ പെനിൻസുലാർ റിവേഴ്സ് ദിസ് കാച്ച്മെൻറ്റ് ഏരിയ, അതായത് അതിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന കൊച്ചരുവികളും ട്രിബ്യൂട്ടറീസും ഒക്കെ ചേർന്ന ആ ഒരു ഏരിയ സ്മോളാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ പെനിൻസുലാർ റിവേഴ്സ് കുറച്ചുകൂടി ചെറുതാണ്. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ റിവേഴ്സിന് ജനറലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിപ്പം കണ്ടത്. പെനിൻസുലാർ റിവേഴ്സ് വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് മിക്കതും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ് ഇതിൽ ഭൂരിപക്ഷവും. അതിൻ്റെ ഫ്ലോ സീസണലായിരിക്കും. അതായത് സമ്മറിൽ അത് വെള്ളം കുറയുന്നു, എന്നാൽ റെയിനി സീസണിൽ വെള്ളം കൂടുന്നു. അത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് അത്ര യൂസ്ഫുൾ അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെൻ കാവേരി റിവർ ഈസ് പെരനിയൽ. വൈ? നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു റിവറാണ് കാവേരി. നമ്മുടെ തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന കാവേരി റിവർ. തമിഴ്നാടിനെ ഫലഭൂഷ്ടിയിലേക്ക് കൊണ്ടുവരുന്ന റിവറാണ് കാവേരി. അപ്പോൾ ഈ കാവേരി റിവർ മറ്റു പെനിൻസുലാർ റിവേഴ്സിൽ നിന്നും അതിനൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ്? കാവേരി നദിയിൽ എല്ലാ കാലത്തും വെള്ളം കാണും. അത് സീസണൽ അല്ല. അതിൽ സമ്മറിലും വെള്ളം കാണും, അതുപോലെ തന്നെ റെയിനി സീസണിലും വെള്ളം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പെരനിയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും വെള്ളമുള്ള നദികളെയാണ് പെരനിയൽ റിവേഴ്സ് എന്ന് പറയുക. സീസണലായിട്ട് മാത്രം വെള്ളമുള്ള, അതായത് വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന നദികളെ നോൺ പെരനിയൽ എന്നാണ് നമ്മൾ വിളിക്കുക.
അപ്പോൾ കാവേരി റിവർ ഒരു പെരനിയൽ റിവറാണ്. എന്തുകൊണ്ട്? ദ വാട്ടർ ഫ്ലോ ഇൻ കാവേരി റിവർ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ലോ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വെള്ളത്തിന് കുറവും കാവേരി നദിയിൽ ഉണ്ടാകുന്നില്ല. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ കാച്ച്മെൻറ്റ് ഏരിയ റിസീവ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ഡ്യൂറിങ് സമ്മർ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻ ഡ്യൂറിങ് വിൻ്റർ. വിൻ്റർ സീസണിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിൽ നിന്നും സമ്മർ സീസണിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിൽ നിന്നും ഈ നദിക്ക് വെള്ളം കിട്ടുന്നു. ഓക്കെ, സമ്മറിലും വിൻ്ററിലും ഒരുപോലെ വെള്ളമുണ്ട്. കാരണം എന്താണ്? വിൻ്ററിൽ നമ്മുടെ തുലാവർഷത്തിൽ നിന്നുള്ള വെള്ളം അവർക്ക് കിട്ടും, സമ്മറിൽ അവർക്ക് നമ്മുടെ ഇടവപ്പാതിയിൽ നിന്നുള്ള വെള്ളം കിട്ടും. ഇടവപ്പാതിക്ക് നമ്മൾ പറയുന്ന യഥാർത്ഥ കറക്റ്റ് സയൻറ്റിഫിക് നെയിം എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ സമ്മർ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് വിൻ്റർ. ഓക്കെ, അതിൻ്റെ മാസങ്ങൾ അറിയാവോ? വിൻ്റർ എന്ന് പറയുമ്പം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വിൻ്റർ. ആ സമയത്ത് അവർക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കിട്ടും. നമ്മൾ അതിനെ തുലാവർഷം എന്ന് പറയും. തുലാവർഷം നമുക്കറിയാം കേരളത്തിൽ അധികം ഇല്ല, പക്ഷേ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ആ മഴ കിട്ടും. അത് കാവേരി നദിയിൽ വെള്ളം ഉണ്ടാകാൻ കാരണമാകും. അപ്പം വിൻ്ററിലും വെള്ളമുണ്ട്, സമ്മറിലും വെള്ളമുണ്ട്. ഓക്കെ, അതുകൊണ്ട് കാവേരി ഒരു പെരനിയൽ റിവറാണ്. അപ്പോൾ ഇത് പഠിച്ചോണേ. Then, west flowing rivers in Peninsular Plateau, Narmada ആൻഡ് തപ്തി. രണ്ട് നദികളെ ഉള്ളൂ വെസ്റ്റിലേക്ക് പോകുന്നത്. നർമ്മദയെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഒറിജിനേറ്റ് ഫ്രം അപ്ലാൻഡ് ഇൻ സെൻട്രൽ ഹൈലാൻഡ്. നർമ്മദ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡെക്കാൻ പ്ലേറ്റോയിൽ നിന്നല്ല, സെൻട്രൽ ഹൈലാൻഡിൽ നിന്നാണ്. ഓക്കെ, ഡണ്ടർ വാട്ടർഫോൾസ് നിയർ ജബൽപൂർ, സർദാർ സരോവർ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ്, ഇത് രണ്ടും നർമ്മദയിലാണ്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, ഡോണ്ടർ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് അറിയാമോ? മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ ഡാമുകളെയാണ് മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് എന്ന് പറയുക. അത് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും, ഇറിഗേഷന് വേണ്ടിയായിരിക്കും, ടൂറിസത്തിനായിരിക്കും, പല കാര്യങ്ങൾക്ക് വേണ്ടി മൾട്ടി പർപ്പസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമുകളെയാണ് മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് എന്ന് പറയുക. അങ്ങനെ സർദാർ സരോവർ ഒരു പ്രോജക്റ്റ് എവിടെയുണ്ട്? നർമ്മദാ നദിയിലുണ്ട്. അപ്പോൾ അത് രണ്ടും വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. നർമ്മദയും താപ്തിയും മാത്രമേ ഉള്ളൂ എവിടേക്ക് പോകുന്നത്? വെസ്റ്റ് ഫ്ലോയിങ്. അതെവിടെയാണ് പോയി ജോയിൻ ചെയ്യുന്നത്? അറേബ്യൻ സീ. താപ്തി ഇറ്റ് ജോയിൻ അറേബ്യൻ സീ. ഇത് രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നല്ല. ഇത് രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് അത് ഫ്ലോ ചെയ്യുന്നത്, വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ദെൻ നമുക്കിനി പഠിക്കാനുള്ള നോർത്തിലേക്ക് പോകുന്ന റിവേഴ്സിനെ പറ്റിയാണ്. പെനിൻസുലാർ റിവേഴ്സ് ജോയിനിങ് റിവർ ഗംഗ. ഗംഗയിലും ചിലത് യമുനയിലും പോയി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ചമ്പൽ, സൺ, ബെത്വ, കെൻ, സിന്ധ്. ഓൾ ദീസ് റിവേഴ്സ് ജോയിൻ റിവർ ഗംഗ ആൻഡ് ദേ ഫ്ലോ വെസ്റ്റ്വാർഡ്. നോട്ട് വെസ്റ്റ്വാർഡ്, നോർത്ത്. നോർത്തിലേക്ക് പോകുന്നു. ചമ്പൽ കാടുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുവഴി ഒഴുകുന്ന നദിയാണ് ചമ്പൽ. ഈ നദിയുടെ പേരിൽ നിന്നാണ് ആ പ്രദേശത്തിന് ചമ്പൽ എന്നുള്ള പേര് കിട്ടിയത് തന്നെ, ചമ്പൽ. ദെൻ സൺ, ബെട്വ ആൻഡ് കെൻ, സിന്ധ്. നമുക്കതൊന്ന് കാണാം. നോർത്തിലേക്ക് പോകുന്ന നദികളാണിതൊക്കെ. അത് സിന്ധ്, ചമ്പൽ, ഓക്കെ, എല്ലാം നോക്കുക. എത്തണ്ടോ? ഇവിടെ ഒരു ചമ്പൽ കണ്ടോ? ഈ ഭാഗത്തായിട്ട് ചമ്പലുണ്ട്, സിന്ധുണ്ട്. ഓക്കെ, ഇതെല്ലാം നോർത്ത് ഫ്ലോയിങ് റിവേഴ്സ് ഗംഗയിൽ ചേരുന്നു. സിന്ധ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബെത്വ കാണിച്ചിട്ടുണ്ട്, കെൻ കാണിച്ചിട്ടുണ്ട്, സൺ കാണിച്ചിട്ടുണ്ട്. എല്ലാം സ്മോൾ റിവേഴ്സാണ് കേട്ടോ. പെനിൻസുലാർ പ്ലേറ്റോയിൽ നിന്നും തുടങ്ങി നോർത്തിലേക്ക് ഒഴുകി ഗംഗയിലോ യമുനയിലോ പോയി ചേരുന്ന നദികളാണ് ഇതെല്ലാം. ചമ്പൽ കണ്ടല്ലോ, ബെത്വ, സിന്ധ്, കെൻ, സൺ. ഓക്കെ, Peninsular rivers are generally not navigable. Why? Peninsular rivers generally navigable അല്ല. അതിനകത്തൂടെ യാത്ര അത്ര പോസിബിൾ അല്ല. ഇനി പോസിബിൾ ആണെങ്കിൽ തന്നെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലേ പറ്റുന്നുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ അവിടെ സാധിക്കുന്നില്ല. നമുക്ക് തോന്നും എന്തുകൊണ്ടാണെന്ന്. നമുക്ക് അതിൻ്റെ റിയലായിട്ടുള്ള റീസൺ ഒന്ന് പഠിക്കാം. They have swift turbulent currents due to rocky buds and steep slopes.
ദിസ് പെൻസുലാർ റിവേഴ്സ് ഒഴുകുന്നത് സ്റ്റീപ്പ് സ്ലോപ്പിലൂടെയാണ്. സ്റ്റീപ്പ് സ്ലോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുത്തനെയുള്ള സ്ലോപ്പിലൂടെ ഒഴുകുന്നു. റോക്കി ബഡ് ആണ്, അതായത് റിവർ ബഡ്, റിവറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷൻ അത് റോക്കാണ്, റോക്കി ബഡ്സ്. അവിടെ അതുകൊണ്ട് തന്നെ ടർബുലൻറ്റ് കറൻസ് ആൻഡ് സ്വിഫ്റ്റ്സ്, അവിടെ വലിയ ചുഴികളും ഒക്കെ ഉള്ളത് കൊണ്ട്, ടർബുലൻറ്റ് കറൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഇത് യാത്രയ്ക്ക് പറ്റിയതല്ല, നാവിഗബിൾ അല്ല. സീസണൽ ആൻഡ് ഡ്രൈ അപ്പ് ഡ്യൂറിങ് ഡ്രൈ സീസൺ, സമ്മറിലൊക്കെ ഇത് വറ്റിപ്പോകുന്നു. അതുകൊണ്ട് സമ്മർ സീസണിൽ ഏതായാലും വെള്ളമില്ലാതെ നമുക്കറിയാം, വഞ്ചിയാണെങ്കിലും ഷിപ്പാണെങ്കിലും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പെൻസുലാർ റിവേഴ്സ് ഒന്നും പെരനിയൽ അല്ല, സമ്മർ സീസണിൽ വറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാവിഗബിൾ അല്ല. ഓക്കെ, ന്യൂമറസ് വാട്ടർഫോൾസ്, ഇടയ്ക്കിടയ്ക്ക് വാട്ടർഫോൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് നാവിഗബിൾ അല്ല. ആണെങ്കിൽ തന്നെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പോസിബിൾ അല്ല. അപ്പോൾ സ്വിഫ്റ്റ്, ടർബുലൻറ്റ് കറൻസ്, അതുപോലെ തന്നെ സീസണൽ ഡ്രൈ അപ്പ്, ദെൻ ന്യൂമറസ് വാട്ടർഫോൾസ്, 3 റീസൺസ് ആണ് പറയുക. ദെൻ ചമ്പൽ ഭാഗത്തുള്ള റാവിൻസിനെ പറ്റി നമുക്കൊന്ന് പഠിക്കണം. ചമ്പൽ റാവിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ വളരെ വീതി കുറഞ്ഞ മല ഇടുക്കുകളെ പറയുന്ന പേരാണ് റാവിൻസ്. ഗള്ളീസ് അല്ലേ, ഗള്ളീസ്. The gullies that are formed by the continuous erosion by Chambal rivers and its tributaries. ചമ്പൽ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും, ചമ്പൽ ഭാഗത്തൂടെ ഒഴുകുന്ന, ചമ്പൽ റീജിയനിലൂടെ ഒഴുകുന്ന റിവേഴ്സും ട്രിബ്യൂട്ടറീസും കൂടി അതിൻ്റെ കണ്ടിന്യൂസ് ഇറോഷൻ കൊണ്ട് അവർ മണ്ണിനെ ഇറോഷനിലൂടെ നീക്കം ചെയ്ത് ഉണ്ടാക്കുന്ന ഗള്ളീസാണ് റാവിൻസ്. ചമ്പൽ പ്രദേശമായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ചമ്പൽ റാവിൻസ് എന്ന് വിളിക്കുന്നു. മലയിടുക്കുകളാണ്, വളരെ ഇടുങ്ങിയ മലയിടുക്കുകൾ. ദിസ് ഈസ് വൺ ഓഫ് ദ ഡിസ്റ്റിങ്റ്റീവ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ റീജിയൻ. ആ റീജിയനിൽ ചെന്നാൽ ഇങ്ങനെയുള്ള ധാരാളം റാവിൻസ് നമുക്ക് കാണാൻ പറ്റും. അത് അതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചറാണ്. സച്ച് ബാഡ് ലാൻഡ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് along the northern slope of Malwa Plateau are known as ravines. മാൾവ നിങ്ങൾക്ക് എവിടെയാണെന്നറിയാം, കൂടുതലും ഏതാണ്? സെൻട്രൽ ഹൈലാൻഡിലാണ് അല്ലേ? സെൻട്രൽ ഹൈലാൻഡിലെ മാൾവ പ്ലേറ്റോയുടെ ഭാഗത്ത് കാണുന്ന ഇതുപോലുള്ള ബാഡ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന് പറയുന്ന പേരാണ് റാവിൻസ്, അതായത് മലയിടുക്കുകൾ. ആ പ്രദേശം അത്ര ജീവിതത്തിലൊന്നും അത്ര പോപ്പുലേഷൻ ഒന്നും അധികം കാണുകയില്ല. കാരണം എന്താണ്? ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ടോപ്പോഗ്രാഫി ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് വലിയ മലയിടുക്കുകളും ഒക്കെ ചെറിയ ഗള്ളീസൊക്കെയുള്ള ബാഡ് ലാൻഡ് ടോപ്പോഗ്രാഫിക്കൽ ഏരിയയായി പറയുന്ന പേരാണ് റാവിൻസ്. ഇത് എവിടെയാണ് കാണുക? മാൾവോ പ്ലേറ്റോയുടെ നോർത്ത് ഭാഗത്താണ് കാണപ്പെടുക. ചമ്പൽ റിവേഴ്സാണ് ഇവിടെ കാണുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ചമ്പൽ റാവിൻസ് എന്ന് പറയുക. അത് ഗള്ളീസാണ്, ഗള്ളീസ്. വാട്ട് ആർ ദ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്ട്സ്? അപ്പം നമ്മളൊരു മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് നമ്മുടെ നർമ്മദ നദിയിലെ കണ്ടു. സർദാർ സരോവർ എന്നാണ് അതിൻ്റെ പേര്. മറ്റ് റിവർ വാലി പ്രോജക്റ്റ് കൂടി നമുക്കൊന്ന് പഠിക്കാം. മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്ട്സ് ആർ പ്രോജക്ട്സ് ദാറ്റ് കൺസ്ട്രക്ട് ഡാംസ് അക്രോസ് എ റിവർ ഫോർ സെർവിങ് ഡിഫറെൻറ്റ് പർപ്പസസ് സൈമൾട്ടേനിയസ്ലി. പല പർപ്പസസ് സൈമൾട്ടേനിയസ് ആയിട്ട്, സൈമൾട്ടേനിയസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരുമിച്ച്, സൈമൾട്ടേനിയസ് ആയിട്ട് പല പർപ്പസസിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന ഡാമുകളെയാണ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റുകൾ എന്ന് വിളിക്കുക. ഓക്കെ, മൾട്ടിപർപ്പസ്. ഏതൊക്കെയാണ് ആ പർപ്പസസ് നമുക്കൊന്ന് പഠിക്കാം. ഫ്ലഡ് കൺട്രോൾ, ഒന്നാമത്തെ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ ചെയ്യുക. ഇറിഗേഷൻ നടത്തുക അല്ലേ, നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക. ദെൻ ഹൈഡൽ പവർ ജനറേഷൻ, വെള്ളത്തിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ടാക്കുക, ഹൈഡൽ പവർ ജനറേഷൻ. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിനെ ആ ഡാം പ്രദേശത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താം, നാവിഗേഷൻ. അതുകൊണ്ട് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് അതിൻ്റെ മറ്റൊരു ഉദ്ദേശം. ഫിഷിംഗ് ആൻഡ് ടൂറിസം, ഫിഷിനെ പിടിക്കുക, ടൂറിസത്തിന് ഉപയോഗിക്കുക, ഇതൊക്കെ മൾട്ടി പർപ്പസുകളാണ്. അപ്പോൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യുക, ഇറിഗേഷൻ നടത്തുക, ഹൈഡൽ പവർ ഉണ്ടാക്കുക, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് നടത്തുക, ഫിഷിംഗ് നടത്തുക, ടൂറിസം ഡെവലപ്പ് ചെയ്യുക. ഇതാണ് ഈ മൾട്ടി പർപ്പസസ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടി സൈമൾട്ടേനിയസ് ആയിട്ട് നടത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഡാമുകളെയാണ് എന്ത് പറയുക? മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് എന്ന് പറയുക. ഇനി ഏതൊക്കെയാണ്? ഹീരാക്കുഡ്, തുംഗഭദ്ര, സർദാർ സരോവർ, കൃഷ്ണരാജ സാഗർ, നിസാം സാഗർ. ഗോദാവരി നദിയിലാണ് നിസാം സാഗർ. കൃഷ്ണരാജ സാഗർ എന്ന് പറയുന്ന കാവേരി നദിയിലാണ് ആ പ്രോജക്റ്റ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. തുംഗഭദ്ര നദിയിൽ തന്നെയാണ്.
കൃഷ്ണ നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് തുംഗഭദ്ര. ചിലപ്പം വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇത് ടിക്ക് ചെയ്ത് വെച്ചേക്കെ. കൃഷ്ണ നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയുടെ പേരെഴുതാൻ നിങ്ങളോട് ചോദിക്കാം. തുംഗഭദ്ര എന്നാണ്. അതിൽ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, തുംഗഭദ്ര പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഹീരാക്കുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല റിവർ വാലി പ്രോജക്റ്റാണ്. അത് മഹാനദിയിലാണ് ഹീരാക്കുഡ്. ഇനി ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് കൂടി നോക്കിയേ. മഹാനദിയിലെ ഹീരാക്കുഡ് ഒഡീസയിലെ, തുംഗഭദ്ര കർണാടകയിലെ, സർദാർ സരോവർ ഗുജറാത്തിലെ, കൃഷ്ണരാജസാഗർ കർണാടകയിലെ, അത് കാവേരി നദിയിലാണ്. ദെൻ നിസാം സാഗർ എന്ന് പറയുന്നത് ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് പഠിച്ചോണം. ഇത് മാച്ച് ചെയ്യാൻ, വൺ വേർഡ് എഴുതാൻ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് എഴുതാൻ, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ തുംഗഭദ്ര കൃഷ്ണ നദിയുടെ ട്രിബ്യൂട്ടറിയാണെന്ന് ഓർത്ത് വെക്കുക. ട്രിബ്യൂട്ടറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ മലയാളം എന്താണ്? അതിൻ്റെ ഉപനദി അല്ലേ, അതിൽ നിന്ന് അതിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി. അതിന് നമ്മൾ പറയുന്നത് ട്രിബ്യൂട്ടറി എന്നാണ്. ഓക്കെ. നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ പെൻസുലാർ പ്ലേറ്റോ. പെൻസുലാർ പ്ലേറ്റോയിൽ 3 തരം ഫോറസ്റ്റുകളാണ് കാണുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ മീൻസ് ഫോറസ്റ്റ്. നമ്മളെ ജോഗ്രഫിയിൽ ഫോറസ്റ്റ് എന്നുള്ള വാക്കിനേക്കാളും കുറച്ചുകൂടി എന്താണ് ഒരു ടെക്നിക്കൽ വാക്കാണ് നാച്ചുറൽ വെജിറ്റേഷൻ. അപ്പം നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയിൽ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് എന്താണ് അതിൻ്റെ കാറ്റഗറി ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, നമ്മൾ ഡെസിഡസ് എന്നുള്ള വാക്കൊക്കെ നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും ഒക്കെ പഠിച്ചതാണ്. ഇവിടെ ചില ഫോറസ്റ്റുകളൊക്കെ ട്രോപ്പിക്കൽ ഡെസിഡസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. ചിലതൊക്കെ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആയിരിക്കും, ചിലതൊക്കെ സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്? These are the most widespread natural vegetation in Peninsular Plateau. പെൻസുലാർ പ്ലേറ്റോയിൽ ഭൂരിപക്ഷവും കാണുന്ന കാടുകൾ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളായിരിക്കും. സച്ച് വെജിറ്റേഷൻ ഈസ് ജനറലി കൺഫൈൻഡ് ടു ദ റീജിയൻ റിസീവിംഗ് 70 to 200 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ. നല്ല രീതിയിൽ റെയിൻഫോൾ ഉള്ള 70 to 200 സെൻറ്റിമീറ്റർ എങ്കിലും ആനുവൽ റെയിൻഫോൾ ഉള്ള ഏരിയയിലാണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റുകൾ കാണുക. ദിസ് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് എന്നും പറയും, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും പറയും. ഈ ഡെസിഡിയസ് ഫോറസ്റ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റും ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റും. ഓക്കെ, ഇത് രണ്ടും ഇതിൻ്റെ 2 കാറ്റഗറിയാണ്. അപ്പോൾ 70 തൊട്ട് 200 വരെ സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നിടത്താണ് ഈ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റുകൾ കാണുക. നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ മേജർ പോർഷനും ഈ ടൈപ്പിലുള്ള ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളായിരിക്കും. ഇനി നമുക്ക് ഈ 2 ടൈപ്പിനെ ഒന്ന് പഠിക്കാം. മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ 100 to 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ. ദെൻ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് 70 to 100 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ലോ റെയിൻഫോൾ ആയിരിക്കും ഡ്രൈ. ഓക്കെ, ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്, MP, അതായത് മധ്യപ്രദേശിൻ്റെയും വെസ്റ്റേൺ ഗട്ടിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിലുമാണ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഉള്ളത്. എന്നാൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എവിടെയാണ്? വിത്ത് ദ ഓൺസെറ്റ് ഓഫ് സീൻ ഇൻ ദ ഡെക്കാൻ പ്ലേറ്റോ. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോയിലാണ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണുന്നത്. നമ്മുടെ വെസ്റ്റേൺ സ്ലോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്തും മധ്യപ്രദേശിലുമാണ് ദിസ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുക. ഛത്തീസ്ഗഡ് ഛോട്ടാ നാഗപ്പൂരിലും ഒക്കെ ഏതാണ് കാണുക? ഈ പറയുന്ന മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. ഇനി അവിടെ കാണുന്ന ചില മരങ്ങളുടെ പേരുകൂടി ഒന്ന് പഠിച്ചേക്കാം. തേക്ക്, സാല്, ശേഷാം, അതൊന്നിച്ച് വരേണ്ടതാണ്. ഇച്ചിര സ്പേസ് അവിടെ വന്നുപോയി. ശേഷാം, മവ, ദെൻ സാൻഡൽവുഡ്, ഇതൊക്കെ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൽ കാണുന്നതാണ്. സാൻഡൽവുഡ് നമുക്കറിയാം വളരെ വിലപിടിപ്പുള്ള ഒരു മരമാണ്. അതൊക്കെ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളിലാണ് കാണപ്പെടുക. ദെൻ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിൽ എന്തൊക്കെയാണ്? തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, ബാംബൂസ് ആർ കോമൺ. ഈ മോയിസ്റ്റ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ലീഫ്ലെസ് ട്രീസ് അവിടെ കാണപ്പെടുന്നുണ്ട്. ലീഫ്ലെസ് അവിടെ കൂടുതലും ഗ്രാസ് ഒക്കെ ആയിരിക്കും. മരങ്ങൾക്കൊന്നും അധികം ഇലകളൊന്നും കാണുകയില്ല, കാരണം ഡ്രൈ അല്ലേ ആ പ്രദേശം. ഡ്രൈ റെയിൻഫോൾ വളരെ കുറവാണ്, അതുകൊണ്ട് അധികം ഇലപിടിപ്പൊന്നും കാണുകയില്ല. എന്നാൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിലെ
നല്ല ഇലകളൊക്കെയുള്ള ലീഫി ട്രീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, അതിൻ്റെ റെയിൻഫോൾ പഠിച്ചു വെക്കുക, മരങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദീസ് ഫോറസ്റ്റ് ആർ സീൻ ഇൻ ഏരിയസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ആനുവൽ റെയിൻഫോൾ ബിലോ 75 സെൻറ്റിമീറ്റർ. വളരെ മഴ കുറഞ്ഞ ബിലോ 75 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാണ്, അത് ഹൈ ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കാണുക. ഷോർട്ട് ട്രീസ് ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത. ഷോർട്ട് ട്രീസ് അക്കേഷ്യ, യുഫോർബിയ, ഡേറ്റ് പാംസ്, ഗ്രാസ്, ഇതൊക്കെയായിരിക്കും അവിടുത്തെ ട്രീകൾ. ഡേറ്റ് പാംസ് അറിയാമല്ലോ നിങ്ങൾക്ക്, ഡേറ്റ്സ് ഉണ്ടാകുന്ന പന അല്ലേ, പനകൾ, ഗ്രാസ്, യുഫോബിയ എന്ന് പറയുന്ന ഒരു മരം, അക്കേഷ്യ എന്ന് പറയുന്ന ഒരു മരമൊക്കെയാണ് ഈ തോൺ ഫോറസ്റ്റിൽ കാണുക. അത് വളരെ മഴ കുറഞ്ഞ വളരെ ഉയർന്ന ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകൾ കാണുക. ഷോർട്ട് ട്രീസ് ആണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഈ മൗണ്ടൻ എന്നുള്ള വേർഡ് തന്നെ വന്നിരിക്കുന്ന മൗണ്ടൻ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ. മൗണ്ടൻസിലാണ് ഇത് കാണപ്പെടുക. സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ദ വെജിറ്റേഷൻ അലോങ് ദ ഹയർ റീച്ചസ് ഓഫ് ദ പ്ലേറ്റോ അല്ലേ, ഹയർ ആസ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിൻ്റെയും വിന്ധ്യ റേഞ്ചസിൻ്റെയും നീലഗിരി ഹില്ലുകളുടെയും ഒക്കെ ഏറ്റവും പൊക്കം കൂടിയ ഏരിയയിൽ കാണുന്ന ഫോറസ്റ്റാണ് സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഓക്കെ, നീലഗിരി ഹിൽ, then Vindhya ranges, Western Ghat. The places situated above 1,500 meters have temperate vegetation below such a subtropical vegetation is seen. അവിടെ ടെമ്പറേറ്റ് വെജിറ്റേഷനോ സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷനോ കാണപ്പെടുന്നു. 1500 മീറ്റേഴ്സ് എബോവ് ആൾട്ടിറ്റ്യൂഡുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം ഫോറസ്റ്റുകൾ കാണപ്പെടുക. ദ സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻ അലോങ് നീലഗിരി, പളനി, അനമലൈ ആർ കോൾഡ് ഷോല ഫോറസ്റ്റ്. ഈ നീലഗിരി, പളനി, അനമലൈ പ്രദേശങ്ങളിൽ കാണുന്ന ആ ഒരു സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷന് ഒരു സ്പെഷ്യൽ നെയിമുണ്ട്, ഷോല ഫോറസ്റ്റ്. ഷോല വനങ്ങൾ എന്നാണ് അത് അറിയപ്പെടുക, ഷോല ഫോറസ്റ്റ്. ഓക്കെ, മിക്കവാറും 1500 മീറ്റർ എബോവ് ആയിരിക്കും ആ പ്ലേസിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മൗണ്ടനിൽ കാണപ്പെടുന്ന ഫോറസ്റ്റിനെയാണ് ഏത് പറയുക, മൗണ്ടെയിൻ ഫോറസ്റ്റ്, സൗത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ 3 തരം ഫോറസ്റ്റുകളാണ്, നാച്ചുറൽ വെജിറ്റേഷനാണ് പെനിൻസുലാർ പ്ലേറ്റോയിലുള്ളത്. അതിൽ 3